ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചെത്തിരിക്കുകയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ആയിട്ട് ഗൈസ്. സോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ മോപ്പ് ഫാമിലാണ് കേട്ടോ. ഞാൻ ഈ മോപ്പ് ഫാമിൽ വന്നെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സോഡും കാര്യങ്ങളൊക്കെ പൊട്ടാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഞാൻ പോകുന്നതായിരുന്നു കേട്ടോ. നമ്മൾ മെൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഡാമേജും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് നമ്മൾ എക്സ്പിയും കാര്യങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ ഗൈസ്. ഓ, ഇവിടെ നല്ല ഫോണാകുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട്. ഈ ഒരു പാരറ്റിന് നമ്മൾ നെയിമും കാര്യങ്ങളും ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പം നമ്മളൊരു നെയിമും കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന നെയിം എന്ന് പറയുമ്പോൾ മണിക്കുട്ടി എന്നാണ് ഗൈസ്. യെസ്, ഈ ഒരു പേരും കാര്യങ്ങളും നമുക്ക് നെയിം ടാഗിൽ ഫസ്റ്റ് സെറ്റ് ആക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നെയിം ടാഗ് എടുക്കുക എന്നുള്ളതാണ്. സോ ആദ്യം നമുക്ക് ഒരു നെയിം ടാഗ് എടുക്കാം കേട്ടോ. നമുക്ക് ഒരു നെയിം ടാഗ് മതി. സോ നമുക്ക് ഈ ഒരു നെയിം ടാഗിൽ നമ്മളെ പേരിട്ട് കൊടുക്കണം. സോ മണിക്കുട്ടി എന്നാണ് നമ്മൾ പേരിടാൻ പോകുന്നത്. സോ ഓക്കെ, എന്തായാലും നമ്മൾ പേര് താണ്ടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മണിക്കുട്ടീനെ. എന്തായാലും നമുക്ക് നെയിം ടാഗ് എടുക്കാം കേട്ടോ. സോ ഇനി നമുക്ക് ഈ ഒരു നെയിം ടാഗും കാര്യങ്ങളും കൊണ്ടുപോയിട്ട് നമുക്ക് ഓക്കെ അങ്ങനെ സെറ്റായിരിക്കുകയാണ്. സോ ഇതാണ് നമ്മളെ മണിക്കുട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ പേരും കാര്യങ്ങളും സെറ്റാക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പാരറ്റിനും കാര്യങ്ങളും നമ്മൾ നെയിമും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫാം നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. യെസ്, ഒരു ഓട്ടോമാറ്റിക് പംകിൻ ഫാമാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മളത് നല്ല രീതിക്ക് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത് കേട്ടോ. സോ അപ്പോൾ എന്തായാലും നമ്മൾ ഐറ്റംസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്ഥലങ്ങളും കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. സോ ഒരു അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഈ ഒരു ബിൽഡ് ചെയ്യാൻ ആവശ്യമുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ ബിൽഡ് ചെയ്യാൻ സത്യം പറഞ്ഞ സ്ഥലമില്ല. അപ്പോൾ നോക്കുകയാണ്, ഇവിടെ ആണെങ്കിൽ ഒരു ഹൈറ്റുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും ഗൈസ്. സോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഫാം ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ തന്നെയാണ് ഗൈസ്. സോ ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്ലോക്സ് പൊട്ടിക്കാനുണ്ട്. 17 ബ്ലോക്സ് ആയിട്ട് നമ്മൾ മൈൻ ചെയ്യണം. കുറച്ചധികം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ കുറച്ചിങ്ങോട്ട് സ്പേസ് ആവശ്യം വന്നു. പിന്നെ നമ്മൾ അഡ്വാൻസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പിന്നെയും സ്റ്റോണേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു കേട്ടോ. നമ്മളെ പേരും കാര്യങ്ങളും നമ്മൾ മാറ്റിയിരിക്കുകയാണ്. TDV മച്ചാൻ എന്നാക്കിയിട്ടുണ്ട്. സോ അതാണ് കേട്ടോ, നമ്മൾ പുതിയൊരു അക്കൗണ്ടിലാണ് കയറിയത്. നമ്മുടെ അഡ്വാൻസ്മെൻ്റ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ഡേറ്റും കാര്യങ്ങളും ഫസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. നമ്മളെ ഒരു ചുറ്റുമുള്ള ഒരു ഡേറ്റും കാര്യങ്ങളും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ എന്തായാലും നമ്മൾ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, 17 ബ്ലോക്ക് നമ്മൾ മൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വാട്ടർ എടുക്കുക എന്നുള്ളതാണ്. ഒക്കെ നമ്മുടെ അടുത്തുണ്ട് ഗൈസ്, ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. സോ ഇനി നമുക്ക് വാട്ടർ ഒഴിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ നിന്ന് വാട്ടർ ഒഴിക്കണം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സൈഡിൽ നിന്നും വാട്ടർ ഒഴിക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നടുക്കൊരു ഭാഗം വരും കേട്ടോ. ഇത് നമുക്ക് ചെസ്റ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. സോ എന്തായാലും രാത്രി ആവുന്നുണ്ട്, നമുക്ക് എന്തായാലും പോയിട്ട് സ്ലീപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ സ്ലീപ്പൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഓക്കെ, എൻ്റെ പൊന്നൊതുവൊക്കെ കഴിച്ച് എത്രത്തോളം ആംഗോളാന്ന് നോക്ക്. ഫുൾ ആംഗോളാട്ടോ. നമുക്ക് എന്തായാലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എടുക്കണം. എടുത്ത് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എടുത്തിട്ട് നമുക്ക് ഒന്ന് കിളച്ച് കൊടുക്കണം. സംഭവം നമ്മൾ ഈ ഒരു നടാനുള്ള സെറ്റപ്പാണ് റെഡിയാക്കുന്നത് കേട്ടോ. നമ്മളെ പംകിനും കാര്യങ്ങളും ഫസ്റ്റ് നട്ട് കൊടുക്കണം. സോ നമുക്ക് ആ ഒരു സെറ്റപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് കിളയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെയും കിളയ്ക്കാം. ഇനി നമുക്ക് ഓരോ ബ്ലോക്ക് വിട്ട് ഇതുപോലെ കിളച്ച് പോകാം കേട്ടോ. അതാണ്ട് ഇതുപോലെ ഇങ്ങനെ. അപ്പോൾ ഇവിടെ കിളയ്ക്കാൻ കേട്ടോ. അപ്പോൾ പിസ്ത നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് 2 ബ്ലോക്ക് വിട്ടിട്ടാണ്. അതാണ്ട് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പിസ്റ്റണും കാര്യങ്ങളും ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഒബ്സർവർ സെറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഫുള്ളങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒബ്സർവറും പിസ്റ്റണും അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് ബിൽഡ് ചെയ്യാനുള്ള ബ്ലോക്സ് എടുത്തുകൊണ്ട് വരണം. നമ്മളൊരു കാര്യം മറന്നു ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ബ്ലോക്സിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ബിൽഡ് ചെയ്യാൻ കുറച്ച് കോബിൾ സ്റ്റോൺ വേണം കേട്ടോ. എന്തായാലും നമ്മൾ കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. നമുക്ക് കവർ ചെയ്യണം. ഇവിടെ ആയിട്ട് 3 ബ്ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എല്ലാ ഒബ്സർവറിൻ്റെ പുറകിലായിട്ട് നമ്മളെ ഒരു കോബിൾ സ്റ്റോൺ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഒരു റെഡ് സ്റ്റോണും കാര്യങ്ങളും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അതിൽ ഫുള്ളങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫുള്ളങ്ങ് റെഡ് സ്റ്റോൺ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റെഡ് സ്റ്റോണും കാര്യങ്ങളൊന്നും സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്സും കാര്യങ്ങളും വെക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ള് റെഡ് സ്റ്റോൺ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പംകിൻ സീഡ് നടാന്നുള്ളതാണ്. ഫുള്ളങ്ങ് സീഡ് നട്ടു കൊടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുൾ സീഡ് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നടുക്കായിട്ട് നമ്മൾ 2 ബ്ലോക്ക് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് താഴോട്ട് 2 ബ്ലോക്ക് പൊട്ടിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ഇങ്ങനെ പൊട്ടിച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടും പൊട്ടിക്കാം കേട്ടോ. നമുക്ക് സ്റ്റോറേജ് എടുക്കാനുള്ള ഒരു സെറ്റപ്പാണ് റെഡിയാക്കുന്നത്. ഇവിടേക്ക് പൊട്ടിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സംഭവങ്ങളും കാര്യങ്ങളും സ്റ്റോറേജൊക്കെ എടുക്കുന്ന സ്ഥലം കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരണം. അപ്പോൾ വന്നിട്ട് ഇവിടെയാണ് നമ്മൾ ചെസ്റ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു ചെസ്റ്റ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാർജ് ചെസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹോപ്പർ കണക്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ചെസ്റ്റിലേക്ക് നമ്മളെ ഹോപ്പർ കൂടി വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റായിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു കീറുന്ന പാത്ത് നമുക്കൊന്ന് കോബിൾ സ്റ്റോൺ ആക്കി കൊടുക്കാം. ഇവിടെ നമുക്ക് കോബിൾ സ്റ്റോൺ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ സ്റ്റോറേജ് ഏരിയ സെറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മളെ ഓട്ടോമാറ്റിക് പംകിൻ ഫാം കേട്ടോ ഗൈസ്. പെട്ടെന്ന് സെറ്റ് ആവണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് ബോൺ മീൽ ഉണ്ടാക്കിയാൽ മതി. സോ നമുക്ക് എന്തായാലും ഒരു ഫാമിൽ പോയിട്ട് കുറച്ച് ബോൺ മീൽ എടുത്തുകൊണ്ട് വരാം കേട്ടോ. നമുക്ക് എന്തായാലും വർക്കാവുന്നോടി കാണിച്ചു തരാം. ഓക്കെ, നമ്മളെന്തായാലും 64 ബോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ബോൺ മീൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഫുള്ളങ്ങ് ബോൺ മീലാക്കാം കേട്ടോ. ഓക്കെ, നമ്മളെന്തായാലും ഒരു 63 ബോൺ മീൽ റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഫുള്ളങ്ങ് ബോൺ മീൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫുള്ളങ്ങ് വളർത്തി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഓക്കെ, സംഭവം വർക്കാവുന്നുണ്ട്. കണ്ടില്ല ഗൈസ്? ഇപ്പോൾ വർക്കാവുന്നുണ്ട്. നിങ്ങൾ കണ്ടെന്നാണ് ഞാൻ
കണ്ടെന്നാ ഓക്കെ താണ്ട ഗൈസ് പോന്നാണ്ട. സംഭവം വർക്കിംഗ് ആണ് കേട്ടോ. 2 ഇപ്പോൾ വർക്കായിട്ടുണ്ട്. ഇപ്പോൾ 3 കിട്ടി നോക്കാം. ഓക്കെ 5 പംകിങ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 5 പംകിങ് സെറ്റ് ആയിട്ടുണ്ട്. 6ാമത്തത് എത്തി. ഇപ്പോൾ സംഭവം വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പംകിൻ ഫാം അങ്ങനെ സെറ്റാക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ സ്റ്റോണേ നമ്മളൊരു കാര്യം മറന്നു കേട്ടോ. ഇവിടുത്തെ സ്റ്റോൺ വെച്ചിട്ട് ഇവിടെ ഡേർട്ടാക്കി കൊടുക്കണം. ഓക്കെ ഇപ്പോൾ സെറ്റാണ്. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ ഓട്ടോമാറ്റിക് ഫാമും കാര്യങ്ങളും ഇവിടെ സെറ്റായിരിക്കുകയാണ്. നമ്മുടെ ഒരു പംകിങ് ഫാം ഇവിടെ സെറ്റായിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ള കേസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.